നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് KYC ചെയ്യാൻ അറിയാത്ത പലരും ഇനിയുണ്ട്. നമ്മളൊരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലെങ്ത്ത് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കില്ല. നമ്മൾ ആദ്യം തന്നെ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ എന്താ പറയുക സപ്പോർട്ടിൽ പോവാം. സപ്പോർട്ടിൽ പോകുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഗോട്ടിറ്റ്. ഈ ഗോട്ടിറ്റ് വന്നു കഴിഞ്ഞാൽ അത് ആദ്യം തന്നെ എടുക്കുക. ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ലോഗിൻ ചെയ്യരുത്. ആദ്യം നമ്മളിവിടെ രജിസ്റ്റർ കണ്ടില്ല, ഇവിടെ നിങ്ങൾക്ക് കാണാം രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ അവിടെ നമ്മൾ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ പേര് കൊടുക്കുക. പേര് ഏതാണോ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ആ പേര് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ എന്താ പറയുക പേര് കൊടുക്കുക. ഓക്കെ, കൊടുക്കുന്ന ഇനീഷ്യലും കൊടുക്കുക. അതിന് ശേഷം അതിന് കോപ്പി ചെയ്തിട്ട് ഇവിടെയും കൊടുക്കുക. നമ്മുടെ ഇതിൽ കൊടുക്കണം അതേ രീതിയിൽ തന്നെ KYC ചെയ്യാൻ കൊടുക്കണം. അതേപോലെ തന്നെ എൻ്റെ ഇവിടെ ഇമെയിൽ ID കൊടുക്കുക. ഇമെയിൽ ID ഏതാണ്? യെസ്, അത് കൊടുക്കുക. അതിൻ്റെ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. സെയിം പാസ്വേഡ്, അതായത് നമ്മുടെ എസ്എൻജോണിൽ നമ്മൾ ഏത് പാസ്വേഡാണ് കൊടുത്തേക്കണം ആ ഇമെയിലും ആ പാസ്വേഡും തന്നെ ഉപയോഗിക്കണം. അതിൻ്റെ I agree അത് കൊടുക്കുക. ഓക്കെ, I am not robot അത് കൊടുക്കുക. രജിസ്റ്റർ കൊടുക്കുക. ഓൾറെഡി രജിസ്റ്റേർഡ്. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി രജിസ്റ്റേർഡാണ്. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ രജിസ്റ്റർ ആയിട്ട് വരും. അപ്പോൾ രജിസ്റ്റർ ചെയ്തവർ നേരെ ലോഗിൻ കൊടുക്കാം. ഓക്കെ, രാഗിണി ഇങ്ങോട്ട് കൊടുത്തിട്ട് ലോഗിൻ കൊടുക്കാം. അപ്പോൾ അത് ലോഗിനായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ സബ്മിറ്റ് ടിക്കറ്റ് എന്ന് കാണാം. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തത് കണ്ടില്ല, സ്മിത ഓൾറെഡി ഞാൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാതെ. അപ്പോൾ ഞാനത് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നല്ലേ ഇത്ര വരെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ സബ്മിറ്റ് ടിക്കറ്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം സബ്മിറ്റ് ടിക്കറ്റ് എന്നാണ്, ടിക്കറ്റ്സ് എന്നാണ്. ഓക്കെ, ടിക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലമർത്തി കഴിഞ്ഞാൽ നമ്മുടെ പഴയ ടിക്കറ്റ് ആണ്. അത് വായിക്കാനും അവിടെ റിപ്ലൈ എന്ന കണക്ക് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സബ്മിറ്റ് ടിക്കറ്റ്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ടിക്കറ്റിൽ ടച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ് എന്താണ് നമ്മൾക്ക് ചെയ്യേണ്ടത്? KYC ആണെങ്കിൽ KYC കൊടുക്കാം, ഫണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ അത് കൊടുക്കുക, വിഡ്രോവലിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ അത് ഏതാണോ അത് കൊടുക്കുക. ഇവിടെ നമ്മൾക്കിപ്പോൾ മിക്കവാറും ഇപ്പോൾ KYC ആണ് എല്ലാവർക്കും പ്രശ്നം. അപ്പോൾ ഇവിടെ നമ്മൾ KYC കൊടുത്തു. KYC കൊടുത്തിട്ട് ഇവിടെ പ്രയോറിറ്റി നമ്മൾ ഹൈ കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾക്ക് ഇവിടെ കുറേ ഇഷ്യൂസ് ഉണ്ട്. എല്ലാ ഇഷ്യൂസിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യുക. KYC ആണെങ്കിൽ KYC. എന്നിട്ട് ഇവിടെ ഇങ്ങനെ റേറ്റ് ചെയ്യുക. എന്താ പറയുക, സബ്മിറ്റഡ് മൈ ഡോക്യുമെൻറ്റ്സ് ഫോർ KYC. ഓക്കെ, അപ്പോൾ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് റിജക്റ്റഡ് എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ കോമൻറ്റ് ഇട്ട് ബട്ട് ഇറ്റ് റിജക്റ്റഡ്. അത് നിങ്ങളുടെ ഭാഷയിൽ എഴുതാട്ടെ, ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് എഴുതണുള്ളൂ. ആൻഡ് പ്ലീസ് അപ്രൂവ് മൈ KYC ആസ് സൂൺ ആസ് പോസിബിൾ അങ്ങനെ എന്തെങ്കിലും ഇവിടെ എഴുതിയിട്ട് ഇത് കൊടുക്കാന്നുണ്ട്. അറ്റാച്ച് ഫയൽ ഉണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആധാറിൻ്റെ ഫ്രണ്ടും ബാക്കും എടുത്ത് വയ്ക്കുക. നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുത്ത് വയ്ക്കുക. എന്നിട്ട് അത് ക്ലിയറായിട്ട് ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ വെച്ചാൽ വളരെ ക്ലിയർ ആയിരിക്കണം. നല്ല ക്ലിയറായിട്ട് നമ്മുടെ ആധാർ ഒക്കെ കിട്ടാറായിരിക്കണം കേട്ടോ. ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ക്യാമറ കൊണ്ട് എടുക്കണമെങ്കിൽ ക്യാമറ കൊണ്ട് ഡയറക്റ്റ് എടുക്കാം. അതൊന്ന് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ചൂസ് ഫയൽ അത് നമുക്ക് നേരിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ക്യാമറ എടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിയറായിട്ട് അത് എടുക്കുക. അത് മാത്രമായിട്ട് നല്ല ക്ലാരിറ്റിയിൽ ഇവിടെ ഷെയ്ഡൊന്നും പാടില്ല. ഇവിടെ ഞാനിവിടെ ഉള്ളിലേക്ക് രണ്ട് ഷെയ്ഡുണ്ട്. അതിങ്ങനെ കറക്റ്റായിട്ടായ ഇതിൽ നമ്മൾ KYC ചെയ്യുമ്പോൾ ഇങ്ങനെ കോളത്തിൻ്റെ ഉള്ളിൽ കൊള്ളണ വിധത്തിലെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്താൽ മതി. കണ്ടില്ലേ, അതെടുക്കുക. എന്നിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് ഓൾറെഡി നമ്മൾ ക്യാമറയിൽ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഫോട്ടോസിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ
അവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസിൽ പോയാൽ മതി. ഇവിടെ ഓൾറെഡി ഉണ്ട് ഇന്നോവേഷൻ ഫാക്ടറിയുടെ ഫോട്ടോസാണ് അതൊക്കെ. ഓക്കെ, നമുക്ക് ഇത് നമ്മുടെ മുറുകാനൊക്കെയാണ് ആദ്യം ചേർത്ത് നമ്മുടെ ഫൗണ്ടർ കോ ഫൗണ്ടർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫോട്ടോ ചൂസ് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് അത് ഇങ്ങനെ ചൂസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ 2 സെലക്ട് ചെയ്യുക. അപ്പോൾ എത്ര നമുക്ക് 2 കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2 ഇങ്ങനെ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഓരോന്ന് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്ന് സെലക്ട് ചെയ്യുക. 3 കൊടുക്കണമെങ്കിൽ 3 സെലക്ട് ചെയ്യുക. അതായത് ഫ്രണ്ടും ബാക്കും പിന്നെ നമ്മുടെ സെൽഫിയും, അങ്ങനെ 3 സെലക്ട് ചെയ്യുക. കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് അറ്റാച്ച് ആയിക്കോളും. ഓക്കെ, 3 സെലക്റ്റഡ്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് സാധനം വരും. നമ്മളിത് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ട് വന്നില്ല. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോ വരും. അല്ലെങ്കിൽ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുത്ത് ഇത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിയിൽ പിന്നെ റീപ്ലൈ വരും. അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ്. രണ്ടാമത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ടിക്കറ്റ് റൈസ് ചെയ്യണതിൻ്റെ ഒരു രീതി. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ടിക്കറ്റ് റൈസ് ചെയ്യാം.